ഹായ് എവരി വൺ, എല്ലാവർക്കും നെറ്റ്വർക്ക് ബേസിക് ടോപ്പിക്കിലേക്ക് സ്വാഗതം. അതായത് N+ ടോപ്പിക്കിലേക്ക് സ്വാഗതം. ടോപ്പോളജി കേട്ടോ. ടോപ്പോളജി ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ ഞാനും എന്റെ കമ്പനിയിൽ ഈ ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്ന അങ്ങനെ ആരും പറയാറൊന്നുമില്ല. ഓക്കെ, നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, നമ്മുടെ കമ്പനിയിൽ ഏത് ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത് എന്നൊരു ഐഡിയ കിട്ടണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരുപാട് ടോപ്പോളജി ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ആകെ ഒരൊറ്റ ടോപ്പോളജിയാണ് എന്ത്? സ്റ്റാർ ടോപ്പോളജി. ഓക്കെ, ബാക്കിയൊന്നും ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യാറില്ല. സ്റ്റാർ ടോപ്പോളജി എന്നൊരു കോൺസെപ്റ്റ് എല്ലാ കമ്പനി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏതെങ്കിലും കമ്പനിയിൽ ഈ ടോപ്പോളജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കാന്നുള്ളൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, സ്റ്റാർ ടോപ്പോളജി എന്തുകൊണ്ടാണ് ബാക്കിയുള്ളതിനകത്തൊക്കെ അപേക്ഷിച്ച് യൂട്ടിലൈസേഷൻ ചെയ്യാൻ കാരണം ഇത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് P2P എന്ത് ചെയ്യാം, പോയിന്റ് ടോപ്പോളജി ഉണ്ട്, ബസ് ടോപ്പോളജി ഉണ്ട്, സ്റ്റാർ ടോപ്പോളജി ഉണ്ട്, റിംഗ് ടോപ്പോളജി ഉണ്ട്, മെഷ് ടോപ്പോളജി ഉണ്ട്, ട്രീ ടോപ്പോളജി ഉണ്ട്, ഹൈബ്രിഡ് ടോപ്പോളജി ഉണ്ട്. ഇത് എന്താണെന്ന് നമുക്ക് വളരെ ഒന്ന് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, കണ്ടോ? P2P എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് മീൻ ചെയ്യാം, വളരെ സിംപ്ലിഫൈ ആണ്. പോയിന്റ് ടോപ്പോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കമ്പനി നമ്മൾ കണക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. കണക്ട് ചെയ്യുക, അവിടെ വേറെ മൂന്നാമതൊരു കമ്പ്യൂട്ടർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആകെ രണ്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നതിന് ആ ടോപ്പോളജി വിളിക്കുന്ന പേരാണ് എന്ത്? P2P ടോപ്പോളജി. ഇതിനകത്ത് മോസ്റ്റ് വൈഡ്ലി വേറെ ഒരു എന്തെങ്കിലും കമ്പ്യൂട്ടർ കണക്ട് ചെയ്താൽ പറ്റില്ല. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടോപ്പോളജി കോൺസെപ്റ്റ് പോയി. അതായത് ഒന്നുമില്ല, ഇതിനകത്ത് വേറൊരു കണക്റ്റിംഗ് ഡിവൈസസ് നമ്മൾ യൂട്ടിലൈസേഷൻ ചെയ്യുന്നില്ല. രണ്ട് കമ്പ്യൂട്ടർ നമ്മൾ കണക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഒരു കേബിൾ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെറ്റ്വർക്ക് ദാറ്റ് ഡയറക്റ്റ് ലിങ്ക് ടു കമ്പ്യൂട്ടേഴ്സ് ആർ കോൾഡ് പോയിന്റ് ടോപ്പോളജി. ഡയറക്റ്റ് ആണ് കണക്ട് ചെയ്യുക, വേറെ അതിന്റെ സെന്ററിൽ വേറെ ഒരു സംഭവം വരുന്നില്ല. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ദിസ് ഈസ് ദ ഈസിയസ്റ്റ് ആൻഡ് സിംപ്ലസ്റ്റ് ടോപ്പോളജി എമംഗ് ഓൾ. ഓക്കെ, ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് നോട്ട് നീഡഡ് and it is the fastest connection. Also, servers and dedicated technician are not needed here, but it can be used only for small network and the topology does not offer any security. അതായത് ഇതൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിനിപ്പോ സെപ്പറേറ്റ് എന്തെങ്കിലും ഒരു സെർവറിന്റെയോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഒരു സ്റ്റാഫിന്റെയോ ആവശ്യം വരുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഒരു ജസ്റ്റ് ഒരു കണക്ടിവിറ്റി, വേറെ പർപ്പസ് ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോട്ട് നീഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കണക്ഷൻ ചെയ്യാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ആവശ്യമില്ല, പക്ഷെ വർക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യത്തില്ലല്ലോ കേട്ടോ. അപ്പൊ ഇതിന്റെ കണക്ട് ചെയ്യാൻ അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്, ജസ്റ്റ് കണക്ട് ചെയ്യുക, കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. എന്തുകൊണ്ടാ ഇത് ഫാസ്റ്റ് ആണ്? കാരണം ആ രണ്ടുപേരെല്ലാം യൂസ് ചെയ്യുന്നു. ഓക്കെ, അതൊന്നുമില്ല, ഇത് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ഭയങ്കര ഫാസ്റ്റും ആയിരിക്കും. എന്തുകൊണ്ട് ആകെ രണ്ടുപേരല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സംഭവിക്കുക, അത് വളരെ എന്ത് ചെയ്യാം, സിംപ്ലിഫൈ തന്നെ നമുക്ക് യൂട്ടിലൈസേഷൻ ചെയ്യാം. പിന്നെ സ്മാൾ നെറ്റ്വർക്ക് കേട്ടോ, ഇത് കൂടുതലായിട്ട് എവിടെ യൂസ് ചെയ്യാം? സ്മാൾ നെറ്റ്വർക്കിനാണ് യൂസ് ചെയ്യാം, അതായത് സ്മാൾ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ഒരു ലാപ്ടോപ്പിൽ നിന്ന് അതർ ലാപ്ടോപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കേബിൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ അത് ഏത് ടോപ്പോളജി പറയാ? P2P ടോപ്പോളജി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, നമുക്ക് മൂവ് അടുത്ത പറഞ്ഞോളൂ. എന്താണ്? ജസ്റ്റ് ടോപ്പോളജിയെ പറ്റി പറയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിന്റെ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിലേക്ക് കേബിൾ കണക്ട് ചെയ്തു, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, P2P ടോപ്പോളജിയിൽ വരാം. ഓക്കെ, അപ്പൊ അതിനകത്ത് പിന്നെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം, കണക്ട് ചെയ്തതിനു ശേഷം. ഇത് നമ്മൾ കണക്ട് ചെയ്താലല്ലേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ ഇതൊന്നും നമുക്ക് എവിടെ യൂസ് ചെയ്യത്തില്ല, ഒരു നെറ്റ്വർക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാ? ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ ഒന്നിൽ കൂടുതൽ ഡിവൈസ് വരത്തില്ലേ, രണ്ടിൽ കൂടുതൽ ഡിവൈസുകൾ ഉണ്ടാവില്ലേ. ഓക്കെ, അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ ഫോർ എക്സാമ്പിൾ ഒരു 10 PC ഉണ്ട് വിചാരിക്കുക. ഓക്കെ, ഒരു 10 കമ്പ്യൂട്ടറിലേക്കും ഓരോന്നിലേക്കും അപ്പൊ എന്ത് ചെയ്യും, 5 കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യില്ല, കണക്ട് ചെയ്യുക, അത് എത്രയേ ഉള്ളൂ. ഇത് വേറെ കമ്പ്യൂട്ടർ വിചാരിക്കുക, ഞാൻ എന്ത് ചെയ്യണം, ഇപ്പൊ ഇതിനകത്ത് നമ്മളെ ഫേമിൽ എത്ര കമ്പ്യൂട്ടർ? 4 കമ്പ്യൂട്ടർ ഇല്ലേ?
ഇപ്പൊ ഇതിനകത്ത് 4 കമ്പ്യൂട്ടർ ഉണ്ട്. ഞാൻ ഇത് കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യാം, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇവിടുന്ന് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, അങ്ങനെയൊക്കെ പ്രശ്നം വരും. മനസ്സിലായില്ലേ? അപ്പൊ ഇവർ തമ്മിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും, നമുക്ക് എന്താ വേണം, നമ്മുടെ ഫേമിനകത്ത് ഈ 4 പേരും ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് വേണ്ടി വരും, ഒരു സെൻട്രലിൽ കണക്റ്റിംഗ് ഡിവൈസസിന് ആവശ്യം വരും. അല്ലാതെ സ്വിച്ച് ഹബ് അല്ലാത്ത കണ്ടീഷനിൽ യൂസ് ചെയ്യത്തില്ല. അപ്പൊ നമ്മളെ ഫേമിനകത്ത് 2 ഡിവൈസ് ഒന്നല്ലല്ലോ വരിക. അതെ. സ്വിച്ച് ഇല്ലാതെയോ ഹബ് ഇല്ലാതെ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും, PTP എന്ത് ചെയ്തില്ല വരിക. നമുക്ക് സ്വിച്ച് ഇല്ലാതെയും സെൻട്രലി കണക്റ്റിംഗ് ഡിവൈസസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിൽ കൂടി ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ മൂവ് ഓൺ നെക്സ്റ്റ് ടോപ്പിക്, ബസ് ടോപ്പോളജി. ഇവിടെ ഒരുപാട് ഡിവൈസുകൾ ഉണ്ട് ഇല്ലേ? ഓക്കെ. അപ്പൊ ആദ്യം ഇതെന്താന്ന് നോക്കാം നമുക്ക്. ബസ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ എ സിംഗിൾ കേബിൾ ഈസ് യൂസ്ഡ് ടു കണക്ട് ഓൾ ദ നോഡ്സ് ഇൻ ദിസ് ടോപ്പോളജി. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്, ഒരു കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഈ കേബിൾ നമ്മൾക്ക് എന്ത് വിളിക്കാം, ബാക്ക് ബോൺ കേബിൾ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിനകത്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ കേബിൾ യൂസ് ചെയ്തിട്ടാണ്, ബാക്ക് ബോൺ കേബിൾ യൂസ് ചെയ്തിട്ടാണ്. അല്ലാതെ ഇവിടെ ഡിവൈസുകൾ വരുന്നില്ല, ഇല്ലല്ല, ഹബോ സ്വിച്ച് ഒന്നും ഇതിനകത്ത് വരത്തില്ല. കേബിൾ വഴി മാത്രമേ കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ കേബിൾ വഴി ഒന്നിൽ കൂടുതൽ ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് വൺ കമ്പ്യൂട്ടേഴ്സ് ആക്ട് ആസ് എ സെർവർ ആൻഡ് ഇഫ് ദ കണക്ഷൻ ഈസ് ലീനിയർ, okay, it is called linear bus topology. അതുപോലെ തന്നെ the computers on the bus take care of only the data to be sent and do not care about the moving data. ഇതെന്താ ഞാൻ പിന്നീട് പറയാം കേട്ടോ. അതുപോലെ the main drawback is that if the main cable fails, the entire topology is affected. Cables are small and hence only connect a small നെറ്റ്വർക്ക്. ഓക്കെ. അതായത് ഇവിടെ ഞാനൊരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന കോൺസെപ്റ്റ് പറയാം. ഇപ്പൊ എന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ ഞാൻ സെൻഡ് ചെയ്യുന്നത് എങ്ങോട്ട് വിചാരിക്കുക, ഇപ്പൊ ഇത് ABCD എന്ന് വിചാരിക്കാം, ഈ കമ്പ്യൂട്ടറിലേക്കാണ്. നമ്മൾ ഏത് ത്രൂ പോവാം, ഈ കേബിൾ ത്രൂ പോവാം. ഈ കേബിൾ ത്രൂ പോകുമ്പോൾ സംഭവിക്കും, ഇതിലേക്ക് പോവും, ഇതിലേക്ക് ആ ഡാറ്റ എത്തും, ഇതിലേക്ക് എല്ലാത്തിലേക്കും ആ ഡാറ്റ എത്തും. ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രം എത്തിക്കാൻ പറ്റത്തില്ല, എല്ലാത്തിലേക്കും എത്തും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഇതിലേക്ക് എത്തും. അപ്പൊ ഇയാൾ മാത്രമേ അത് റിസീവ് ചെയ്യുള്ളൂ, ബാക്കിലേക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പോ എന്ത് സംഭവിക്കും, ഈ കമ്പ്യൂട്ടറുകളെല്ലാം ഡാറ്റകൾ എന്ത് സംഭവിക്കും, അത് ഒഴിവാക്കും. ഇത് എനിക്കുള്ള ഡാറ്റയല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യും, നേരെ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. ഓക്കെ, എടുത്ത് ചെയ്യും, അത് ഡിസ്കണക്ട് ചെയ്ത് എനിക്കുള്ള ഡാറ്റയല്ല, ഞാൻ റിസീവ് ചെയ്യേണ്ട ആവശ്യമില്ല, റിസീവ് ചെയ്യേണ്ട ഇയാൾ മാത്രമാണ് പറഞ്ഞിട്ട് എന്ത് ചെയ്യും. അപ്പൊ ഇവർ ഈ ഒഴിവാക്കുന്ന ഡാറ്റകളൊക്കെ എന്ത് സംഭവിക്കും, ഈ കേബിളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ കേബിൾ ഫ്രീ ആവില്ല. അപ്പൊ എന്താ, ഇതിനകത്ത് ട്രാഫിക് ഹൈ ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന ഡാറ്റയാണ് പിന്നെ ആകെ പ്രശ്നമാവും. അപ്പൊ എന്ത് ചെയ്യും, ആവശ്യമില്ലാത്ത എന്ത് ചെയ്യും, ഡിവൈസുകൾ എന്ത് ചെയ്യും, പുറന്തള്ളുന്ന ഡാറ്റ. ഓക്കെ. ഈ ടെർമിനേറ്റർ എന്ന ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് കളയുക. മനസ്സിലായോ? ടെർമിനേറ്റർ എന്നൊരു ഡിവൈസ് ഇവിടെ ഉണ്ടാവും കേട്ടോ, ഈ 2 എൻഡിലും. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ ഇയാൾ ഡാറ്റ സെൻഡ് ചെയ്തു, ഇയാൾ മാത്രം റിസീവ് ചെയ്തു, ബാക്കിയുള്ള ഒരുപാട് എന്ത് ചെയ്യും, ഇവര് സെൻഡ് ചെയ്ത ആവശ്യമില്ലാത്ത ഡാറ്റകൾ ഈ കേബിളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ. അപ്പോ ഈ കേബിളിന്റെ ഒരു എൻഡിലേക്ക് വരുമ്പോൾ അവിടെ ടെർമിനേറ്റർ ഉണ്ടാവും, അയാൾ എന്ത് ചെയ്യും, ആ ഡാറ്റ എന്ത് ചെയ്യും, അബ്സോർവ് ചെയ്യും. ഇവിടെ ഈ എൻഡിലേക്ക് വരും, ഇവിടെ എന്ത് ചെയ്യും, ആ ഡാറ്റ അബ്സോർവ് ചെയ്യും. അങ്ങനെ അബ്സോർവ് ചെയ്താൽ മാത്രമേ വീണ്ടും അടുത്തവർക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റൂ. ഓക്കെ. അതേപോലെ തന്നെ ഈ കേബിൾ ഡിസ്കണക്ട് ചെയ്യുന്ന വിചാരിക്കുക, ബാക്ക് ബോൺ കേബിൾ, എന്താ സംഭവിക്കുക, പിന്നെ ആർക്കും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ഇതിന്റെ മേജർ പ്രോബ്ലം. അപ്പൊ ഇതൊക്കെ ആരെങ്കിലും യൂസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് എങ്ങനെയാണ് കേബിൾ നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ എങ്ങനെ കണക്ട് ചെയ്യുക, ഈ കേബിൾ എന്ത് ചെയ്യണം, നമ്മൾ കട്ട് ചെയ്യണം. ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ പ്ലംബിങ്ങിന് വേണ്ടി T കണക്ടർ യൂസ് ചെയ്യത്തില്ലേ? T കണക്ടർ എങ്ങനെ വരിക, T കണക്ടറിന്റെ ആകൃതി വരുന്നത് ഈ രൂപത്തിലായിരിക്കും അല്ലെ? എന്താ ഈ T കണക്ടർ
ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത പൈപ്പ് കണക്ട് ചെയ്യും, ഇവിടെയും അടുത്ത PVC പൈപ്പ് കണക്ട് ചെയ്യും, അങ്ങനെ ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇവിടുത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഏതിലും എങ്ങോട്ടേലും വേറെ എങ്ങോട്ടും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഓരോ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം, ഇവിടെ എന്ത് ചെയ്യും, ഈ കേബിൾ ഇവിടെ കട്ട് ചെയ്യും, ഇവിടെ കട്ട് ചെയ്യും, എന്നിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കും, ഇവിടുന്ന് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു T കണക്ടർ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് T കണക്ടർ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനെ T കണക്ടർ എന്ന് പറയും. ഈ കണക്ടറിന് വേറെ വിളിക്കുന്ന പേരുണ്ട് BNC കണക്ടർ എന്ന് വിളിക്കാം. BNC, ബ്രിട്ടീഷ് നേവൽ കണക്ടർ. അതായത് T കണക്ടറിനെ വിളിക്കുന്ന വേറെ പേരാണ് BNC കണക്ടർ കേട്ടോ. അപ്പൊ T കണക്ടറിന്റെ രൂപം എങ്ങനെ ആയിരിക്കും മനസ്സിലായല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പൊ ആയിട്ട് കിട്ടിയല്ലോ. അപ്പൊ ബസ് ടോപ്പോളജിനകത്ത് മെഷീൻസിനെ എങ്ങനെ ആഡ് ചെയ്യും, T കണക്ടർ യൂസ് ചെയ്തിട്ടാണ് മെഷീൻസിനെ ആഡ് ചെയ്യാം കേട്ടോ. അതായത് T കണക്ടർ അല്ലെങ്കിൽ BNC കണക്ടർ യൂസ് ചെയ്തിട്ട്. മനസ്സിലായോ? അതിന്റെ പ്രോബ്ലം എന്താണ്, കേബിൾ ഡിസ്കണക്ട് ചെയ്യാല് ബാക്ക് ബോൺ കേബിൾ എല്ലാ ഇതിലേക്കും അത് എഫക്ട് ചെയ്യും, പിന്നെ ആർക്കും ഡാറ്റ. അതുകൊണ്ടാണ് ഈ എന്ത് ചെയ്യും, ബസ് ടോപ്പോളജി പാര യൂസ് ചെയ്യാത്തത്. കഴിയിട്ടില്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ഇതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, റിംഗ് ടോപ്പോളജി. ഈ റിംഗ് ടോപ്പോളജി ശരിക്ക് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അറിയാം, IBM ആണ് ശരിക്ക് ഈ റിംഗ് ടോപ്പോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. IBM കമ്പനി. IBMന്റെ നെറ്റ്വർക്കിംഗ് ഒക്കെ IBM ഒക്കെ ഏത് നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റ് യൂസ് ചെയ്തിരുന്നത്, അവരുടെ നെറ്റ്വർക്കിംഗ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റേഷൻ ചെയ്ത് റിംഗ് ടോപ്പോളജി എന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ, ഫസ്റ്റ് മുതലൊക്കെ. പിന്നെ അതൊക്കെ അവർ ചേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പൊ റിംഗ് ടോപ്പോളജിയുടെ ശരിക്കുള്ള കോൺസെപ്റ്റ് അത് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഡെഫിനേഷൻ വായിക്കാം, എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ പറയാം കേട്ടോ. എന്താണ്, ഓൾ ദ ഡിവൈസ് ആർ കണക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ് ആൻഡ് ഹെൻസ് ദ ഡിവൈസ് ഹാസ് എ നൈബർ ഈച്ച് ഓൺ ഐദർ സൈഡ്. ഓക്കെ, അതായത് റിംഗ് പോലെയാണ് കണക്ട് ചെയ്യുക. റിംഗ് അറിയാലോ. ഓക്കെ, അപ്പോ ഈ റിംഗ് ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും നമ്മൾ കമ്പ്യൂട്ടറുകളെല്ലാം കണക്ട് ചെയ്യുക. അതായത് നൈബർ ഈച്ച് ഓൺ ഐദർ സൈഡ്, ഓരോ സൈഡിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഓരോ അടുത്തടുത്ത് കേട്ടോ. ഓൾ ദ ഡിവൈസ് ആർ കണക്ട് ടു ഈച്ച് അതർ ഇൻ ദ ഫോം എ റിംഗ്. എല്ലാം ഒരൊറ്റ റിംഗിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ എ ടോക്കൺ ഈസ് യൂസ്ഡ്. ഇവിടെ ഒരു ടോക്കൺ എന്നൊരു കോൺസെപ്റ്റ് ആണ്, പിന്നെ പറയാം. എ ടോക്കൺ ഈസ് യൂസ്ഡ് ടു പാസ് ദ ഇൻഫോർമേഷൻ ആൻഡ് ദ മെസ്സേജ് ട്രാവൽ ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് എ ഓഫ് റിംഗ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇയാൾക്കാണ് ടോക്കൺ കിട്ടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക, കൺസിഡർ ചെയ്യാം. അപ്പൊ ഇയാൾക്ക് ടോക്കൺ കിട്ടുമ്പോൾ ഇപ്പൊ എന്ത് ചെയ്യണം, ഇതിലേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പൊ റിസീവർ ഇയാളാണ്, സെൻഡർ ഇയാളാണ് എന്ന് വിചാരിക്കുക. അത് സെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നില്ലെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഡയറക്ഷനിലേക്ക് പോകും. എപ്പോഴും ഡയറക്ഷൻ ഒന്ന് ക്ലോക്ക് വൈസ് എന്ന് പറയാം കേട്ടോ. ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഏതെങ്കിലും ഒരു ഡയറക്ഷൻ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, അല്ലാതെ ഡയറക്ട്ലി അങ്ങനെ പോകില്ല, ഇങ്ങനെ പോകത്തില്ല, അങ്ങനെ പോകത്തില്ല. റിംഗ് ആയിട്ട് തന്നെ പോകുള്ളൂ കേട്ടോ. ഓക്കെ, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാല്, ഇവിടുന്ന് ഒരു ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അത് ഇയാൾ ചെക്ക് ചെയ്യും. ഇയാൾ ചെക്ക് ചെയ്ത് റീഡൊക്കെ ചെയ്തിട്ട് ഇയാൾ പറയുമോ എനിക്കുള്ളതല്ല. അപ്പൊ പിന്നെ എന്താ, ഇയാൾ ഇങ്ങോട്ട് വരും. ഓക്കെ, ഇയാൾ ഇങ്ങോട്ട് വന്നിട്ട് മാത്രം എന്താ, ഓക്കെ ഇത് എനിക്കുള്ള ഡാറ്റ. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ ടൈം എടുക്കും ഇയാൾക്ക് റീഡ് നിന്ന്. പിന്നെ എന്ത് സംഭവിക്കും, ഇത് എനിക്കുള്ള ഡാറ്റ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ തിരിച്ചയക്കുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കാം, ഡാറ്റ ലോസ് സംഭവിക്കാം. അപ്പൊ ഹ്യൂജ് അതെ ഹ്യൂജ് ടൈം എടുക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ 4 കമ്പ്യൂട്ടറുള്ളൂ, ഒരു 50 കമ്പ്യൂട്ടറുകൾ ഒരു ഫേമിൽ എന്തായിരിക്കും, മനസ്സിലായല്ലേ? റിംഗ് ആയിട്ട് തന്നെ പോവുക, അത് ഭയങ്കര ടൈം എടുക്കും. ഓരോ കമ്പ്യൂട്ടറും ചെക്ക് ചെയ്തിട്ട് എനിക്കുള്ള ഡാറ്റ ഇല്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ എന്ത് ചെയ്യും, ആ ഡാറ്റയ്ക്ക് ആകെ പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നോക്ക്, അതാണ് ഇവിടെ പറയുന്ന ഡയറക്ഷൻ ആസ് എ റിംഗ് പോലെ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് പോവാം കേട്ടോ. ഇനി ഇഫ് എ കമ്പ്യൂട്ടർ ഫെയിൽസ്, ഓക്കെ, ഏതെങ്കിലും കമ്പ്യൂട്ടർ ഫെയിൽസ് ആയാൽ എന്ത് ചെയ്യും, എന്റെ നെറ്റ്വർക്ക് ഈസ് എഫക്റ്റഡ്. അതാ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ എന്ത് സംഭവിക്കുക, ഇപ്പൊ ഇവിടുന്ന് ഡാറ്റ ഞാൻ സെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. എങ്ങനെ പോവുക, ഇവിടുന്ന് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ പോകുള്ളൂ. ഇങ്ങനെ പോകുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ എന്ത് ചെയ്യും, ഫെയിൽ ആണെന്ന് വിചാരിക്കുക. ഇയാൾ ഫെയിൽ ആകുമ്പോൾ പിന്നെ ആ ഡാറ്റ അങ്ങോട്ടും പോകത്തില്ല. അപ്പൊ പിന്നെ എന്താ, ഡാറ്റ എവിടെ എത്തില്ല, എല്ലായിടത്തേക്കും അത് എഫക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ കേബിൾസിനോ കംപ്ലൈന്റ് ആയാലും എന്ത് സംഭവിക്കും, പിന്നെ എന്ത് ചെയ്യില്ല, എന്റെ നെറ്റ്വർക്ക് എഫക്ട് ആവും, ഫെയിൽ ആവും. ഓക്കെ,
പിന്നെ ട്രബിൾ ഷൂട്ടിംഗ് ഈസ് ഡിഫിക്കൽട്ട് ഇൻ ദിസ് ടോപ്പോളജി. എന്ത് ചെയ്യണം? ഏത് കമ്പ്യൂട്ടറിലെ പ്രോബ്ലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ഓരോ കമ്പ്യൂട്ടറും കൂടി ചെക്ക് ചെയ്യേണ്ടി കേട്ടോ. പിന്നെ സിൻസ് ദ റിംഗ് ആർ എന്ത് സർക്കുലേറ്റിംഗ് ഓൾവേസ്, സർക്കുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സർക്കുലർ കോൺസെപ്റ്റ്, ഇങ്ങനെ ലൂപ്പ് പോലെ വർക്ക് ചെയ്യും കേട്ടോ. ഓൾവേസ് സർക്കുലേറ്റിംഗ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ദ പവർ കൺസപ്ഷൻ ഈസ് മോർ കേട്ടോ. കൺസപ്ഷൻ എന്ന് പറയാൻ കൺസ്യൂംഷൻ, പവറിനെ കുറിച്ച് ഭയങ്കര അല്ലെ, അത്രയും ഡിവൈസ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അതൊരു പ്രോബ്ലം തന്നെയാണ്. അത് ഏതെങ്കിലും ഡിവൈസ് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ പ്രോബ്ലം ചെയ്തു, പിന്നെ എന്ത് ചെയ്യില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല കേട്ടോ. അപ്പൊ റിംഗ് ടോപ്പോളജി മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇനി ടോക്കണിന്റെ ഒരു കോൺസെപ്റ്റ് പറയാം കേട്ടോ. അതായത് ഇവിടെ ശരിക്കും ഇതിന്റെ ഒരു നമ്മുടെ ലോജിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റിംഗ് പോലെയാണ് ഇത് കണക്ട് ചെയ്യാം. പക്ഷെ നോർമലി ഇതിനകത്ത് എന്ത് ചെയ്യും, ഇതിന്റെ ഫിസിക്കൽ കണക്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെ സെൻട്രലി ഒരു ഡിവൈസസ് ഉണ്ടാവും ശരിക്കും. സ്വിച്ച് പോലൊരു ഡിവൈസ് ശരിക്കും ഉണ്ട് കേട്ടോ. പക്ഷെ അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ റിംഗ് പോലെ ആയിരിക്കും. സ്വിച്ച് വെച്ചാൽ അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ ഈ സ്വിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്? ഈ സ്വിച്ചിന്, ഇത് സ്വിച്ച് അല്ല ശരിക്കും, അതുപോലെ ഡിവൈസ് ആണ്. ഈ സ്വിച്ചിന്റെ വിളിക്കുന്ന പേരുണ്ട് MSAU എന്ന് വിളിക്കാം. അതായത് MSAU എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടി സ്റ്റേഷൻ ആക്സസ് യൂണിറ്റ്. അതാണ് MSAU കേട്ടോ. മൾട്ടി സ്റ്റേഷൻ ആക്സസ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ഡിവൈസിന്റെ ശരിക്കുള്ള യൂസ് എന്ന് പറയുന്നത് ടോക്കൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സെൻഡ് ചെയ്യുന്ന ആർക്കാണോ അയാൾക്ക് എന്ത് ചെയ്യും, ഇയാൾ ടോക്കൺ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ ടോക്കൺ കൊടുക്കുള്ളൂ. അതുകൊണ്ട് റിംഗ് ടോപ്പോളജിയിൽ ഒരിക്കലും എന്ത് സംഭവിക്കത്തില്ല? കോൺഫ്ലിക്റ്റ് സംഭവിക്കത്തില്ല, കൊളൈഡ് സംഭവിക്കത്തില്ല. മനസ്സിലായില്ലേ? കൂട്ടിമുട്ടില്ല ഡാറ്റകൾ. നേരത്തെ പറഞ്ഞത്. അത് ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ MSAU ഡിവൈസ് എന്ത് സംഭവിക്കും? അറ്റ് എ ടൈം എന്ത് ചെയ്തു, ഈ ഇയാൾക്കും ഡാറ്റ സെൻഡ് ചെയ്തു, ഇയാൾക്കും ഡാറ്റ എന്ത് അറ്റ് എ ടൈം സെൻഡ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തു. എന്താ സംഭവിക്കുക? രണ്ടുപേരും ഒരുമിച്ച് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുക? അപ്പൊ കൊളീഷൻ സംഭവിക്കുക. ഓക്കെ, അപ്പൊ എന്താ കൺസെപ്റ്റ്? MSAU ഡിവൈസ് ശരിക്കും വേണ്ടി ഒരാൾക്ക് മാത്രമേ അറ്റ് എ ടൈം ടോക്കൺ കൊടുക്കുള്ളൂ. അതുകൊണ്ട് എന്ത് സംഭവിക്കുക? നമ്മൾ ആ റിംഗ് ടോപ്പോളജിനകത്ത് ഒരു കാരണവശാലും എന്ത് സംഭവിക്കത്തില്ല, കൊളീഷൻ സംഭവിക്കില്ല. അപ്പൊ ഇതിന് അഡ്വാൻറ്റേജ് ഇതാണ്. അപ്പൊ ഈ ഡിവൈസിന്റെ ശരിക്കുള്ള യൂസേജ് എന്താണ്? ടോക്കൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ സെൻട്രലി കണക്റ്റിംഗ് ഡിവൈസ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ല. ടോക്കൺ എന്ന് പറയുന്നത് പെർമിഷൻ, നമുക്ക് സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ. അതാണ് ഇപ്പൊ ഏറ്റവും അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു ഇൻഫോർമേഷൻ കൊടുക്കും, നീ സെൻഡ് ചെയ്തോ, നിനക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ടോക്കൺ കേട്ടോ. ഇപ്പൊ നീ ഫോർ എക്സാമ്പിൾ ഒന്നുമില്ല, ഏതെങ്കിലും ഇവിടെ പോകുമ്പോൾ ടോക്കൺ എടുക്കാറില്ലേ? ടോക്കൺ എന്തിനാ എടുക്കുന്നത്? അത് കിട്ടാൻ അതിൽ പെർമിഷൻ, അതായത് അലൗഡ്. അപ്പൊ നിന്റെ ഈ ടൈം ആയാൽ നിനക്ക് എന്തേ പെർമിഷൻ? നീ ഫോർ എക്സാമ്പിൾ 2 ടോക്കൺ അറ്റ് എ ടൈം 2 പേർക്ക് ഒരുമിച്ച് ടോക്കൺ കിട്ടൂല്ല. 2 പേർക്ക് ഒരുമിച്ച് ടോക്കൺ കൊടുക്കാൻ സംഭവിക്കുക, അവിടെ ആകെ പ്രശ്നമായി. പിന്നെ നിങ്ങൾ തമ്മിൽ തല്ലോടല്ലോ തുടങ്ങും. ഞാൻ അതേ വന്നിരിക്കുന്നത്, നീയാണ് അതേ വന്നിട്ട്, ആകെ പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ആ സെയിം കോൺസെപ്റ്റ് ഉണ്ട്. ഹോസ്പിറ്റലിൽ പോയാലും ടോക്കൺ കിട്ടും, എല്ലാത്തിനും ടോക്കൺ ഉണ്ടായിരിക്കും. അത് വരുന്നതനുസരിച്ച് ടോക്കൺ എന്ത് ചെയ്യാം? അറ്റ് എ ടൈം 2 പേർക്കും ടോക്കൺ കൊടുത്താൽ എന്ത് ചെയ്യാം? അവിടെ പ്രശ്നങ്ങളായി കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ അടുത്ത എന്ത് ചെയ്യാം, ഇതിലേക്ക് പോവാം. ഇതാണ് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ടോപ്പോളജി കേട്ടോ, സ്റ്റാർ ടോപ്പോളജി കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീഡ് ചെയ്യാം. All the computers are connected to each other with a common point is called star topology. അതായത് എല്ലാ കമ്പ്യൂട്ടറുകളും ഒരു കോമൺ പോയിന്റിലേക്ക് എന്തെങ്കിലും കണക്റ്റഡ് ആയിരിക്കും. ആ കോമൺ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? ഹബ് അല്ലെങ്കിൽ സ്വിച്ച് എന്ന് വിളിക്കാം കേട്ടോ. അത് അപ്പൊ ഈ ടോപ്പോളജി ഇങ്ങനെ വിളിക്കുന്ന ടോപ്പോളജി നമ്മൾ വിളിക്കാം സ്റ്റാർ ടോപ്പോളജി എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ തന്നെ അവിടെ പറയുന്നത് കോമൺ പോയിന്റ്. The common point is called the central node and other computers are well connected with this. Okay. Now, star topology is easy to install and less expensive. Okay. Troubleshooting
ഈസ് ഈസി ആൻഡ് ഇഫ് എ കമ്പ്യൂട്ടർ ഫെയിൽസ്, ഏതൊരു കമ്പ്യൂട്ടർ ഫെയിൽ ആയാലും നമുക്ക് എന്ത് ചെയ്യാം, ട്രബിൾ ഷൂട്ടിംഗ് വളരെ ഈസിയാണ്. ഓക്കെ, അതർ വർക്ക് വിത്തൗട്ട് എനി ഇന്ററപ്ഷൻസ്. ഒരു കമ്പ്യൂട്ടർ ഡൗൺ ആയാലും ഒരു കുഴപ്പമില്ല, എന്ത് സംഭവിക്കാം, ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, അവിടെ സുഖമായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, മറ്റേ അങ്ങനെയല്ലായിരുന്നു. മറ്റേ ഏതെങ്കിലും കമ്പ്യൂട്ടറോ ഏതെങ്കിലും കേബിളോ പോയി കഴിഞ്ഞാൽ എന്റെ നെറ്റ്വർക്ക് ഫെയിൽ ആയി. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യും, ഒരു കമ്പ്യൂട്ടറോ ഒരു നെറ്റ്വർക്കോ ഒരു കേബിളോ ഫെയിൽ ആയാലും നോ പ്രോബ്ലം കേട്ടോ. പിന്നെ വി ക്യാൻ ആഡ് or delete or remove other nodes easily. ഇപ്പൊ ഈ ഇത് എന്താ, ഇപ്പൊ ഇത് ഡെഡ് ആയി വിചാരിക്കാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കമ്പ്യൂട്ടറോ ഈ കേബിളോ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തിട്ട് പുതിയ കമ്പ്യൂട്ടർ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതാണ് ഭയങ്കര ഫാസ്റ്റ്. മറ്റുള്ള സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ടി കണക്ഷൻ നമ്മൾ ഉണ്ടാക്കണം, സെപ്പറേറ്റ് ടി കണക്ഷൻ ഉണ്ടാക്കണം, എന്നിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ റിമൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള കേബിളൊക്കെ എന്ത് ചെയ്യണം, ബാക്കിയുള്ള കമ്പ്യൂട്ടർ അവിടെ നിന്ന് ഒഴിവാക്കണം. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, റിംഗ് ടോപ്പോളജിനകത്ത് ഇതേപോലെ തന്നെയാണ്. നമ്മൾ കണക്ട് ചെയ്യാനൊക്കെ റിംഗ് പോലെ ആയിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ, ബട്ട് എന്താ അടുത്തൊരു പ്രോബ്ലം, ഇതൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ബട്ട് ഇഫ് ദ സെൻട്രൽ നോഡ് ഫെയിൽസ് അതർ കമ്പ്യൂട്ടേഴ്സ് ആർ അഫക്റ്റഡ്. എന്തായിരിക്കണം, സെൻട്രൽ ആയിരിക്കുന്ന ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഹബോ സ്വിച്ചോ നമ്മൾ സെൻട്രലി കണക്ട് ചെയ്ത ഡിവൈസ് പോയി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എഫക്റ്റ് ആവും. പക്ഷെ എന്ത് സംഭവിക്കുന്നത് വെച്ചാല്, ഹബർ സ്വിച്ച് എന്ന് പറയുന്നത് എപ്പോഴും റിലയബിൾ ആണ്. ഓക്കെ, അതായത് ഒരു വിശ്വാസപരമായിട്ടുള്ള ഒരു ഡിവൈസ്, ഒരു പെർമനന്റ് ഡിവൈസ്. അങ്ങനെ പെട്ടെന്ന് എന്തെയില്ല, ഹബ് സ്വിച്ച് എന്തെങ്കിലും ഉണ്ടാവത്തില്ല. ഓക്കെ, ഇപ്പൊ എന്റെ കമ്പനിയിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, 10 വർഷത്തോളമായി ഞാൻ വർക്ക് ചെയ്യുന്നത്. അവിടെ ഇപ്പോഴും എന്താ വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ആ 10 വർഷത്തെ സ്വിച്ച് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും എന്ത് ചെയ്യാം, ബാക്കിയുള്ള അപേക്ഷിച്ച് ഭയങ്കര എന്താണ്, സെക്യൂർ ആണ്, റിലയബിൾ ആണ്. ഇനി സ്വിച്ചിനകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 1-2 പോർട്ടൊക്കെ ചിലപ്പോൾ പോവാം. സ്വിച്ച് ഒരുപാട് പോർട്ട് ഉണ്ടാവും, അങ്ങനെയൊക്കെ ചിലപ്പോൾ കംപ്ലൈന്റ് വരാം. എന്നാലും സ്വിച്ച് ഫുൾ ആയിട്ട് പോകത്തില്ല. സ്വിച്ച് കേട്ടോ, അത് അപൂർവ, വളരെ റയർ കേസ്. ഓക്കെ, പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതൊക്കെ ഇലക്ട്രോണിക് പാർട്സുകൾ അല്ലേ. അപ്പൊ കമ്പാരിറ്റീവ്ലി നമുക്ക് എന്താണ് ഒന്നുകൂടി സെക്യൂർ ആണ് ഈ സ്റ്റാർ ടോപ്പോളജി. ഓക്കെ, അല്ലാതെ ഒന്നും ഡെഡ് ആവാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. മനുഷ്യന്മാരടക്കം തട്ടി പോകുന്നുണ്ട്, പിന്നെയല്ലേ നമ്മുടെ ഡിവൈസുകൾ അല്ലെ. ഓക്കെ ഓക്കെ, പിന്നെ അത് ഇൻസ്റ്റലേഷൻ ഈസ് കോസ്റ്റ്ലി ആൻഡ് ദ സ്പീഡ് ഡിപ്പെൻഡൻസ് ഓൺ ദ സ്പീഡ് ഓഫ് ദ സെൻട്രൽ നോഡ്. We should be careful that checking the nodes are and their termination can happen easily. അതായത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അതായത് കോസ്റ്റ്ലി എന്ന് പറയാൻ കാരണം നമ്മുടെ ഫേമിനനുസരിച്ച്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനനുസരിച്ച് നമുക്ക് ഹൈ ലെവൽ എന്ത് ചെയ്യണം, ഫാസ്റ്റ് വേണം. ഓക്കെ, അതുപോലെ തന്നെ ഹൈ ലെവൽ കണക്ടിവിറ്റി വേണം, ഒരുപാട് നോഡുകൾ കണക്ട് ചെയ്യാം. അപ്പൊ അതിനനുസരിച്ചുള്ള സ്വിച്ചുകളും എന്ത് ചെയ്യുക, ഹബുകളൊക്കെ മേടിക്കുമ്പോൾ അതിനനുസരിച്ച് കോസ്റ്റ് വരും കേട്ടോ. എക്സ്പെൻസ് ആണ്. പക്ഷെ എക്സ്പെൻസ് ആണെങ്കിൽ പോലും എന്താ സംഭവിക്കാം, അവിടെ ഫാസ്റ്റർ ആണ്. അതുപോലെ തന്നെ എന്ത് സംഭവിക്കും, നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളെ ഒരു ബിഗ് കമ്പനി ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യും, നോർമലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെൻസ് ആവും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അവിടെ എക്സ്പെൻസിൽ നോക്കുക, അവിടെ എന്ത് ചെയ്യുക, പെർഫോമൻസും നമ്മളെ അവൈലബിലിറ്റിയും സെക്യൂരിറ്റിയും ഇതെല്ലാം നോക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് അറ്റാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവമാണ്. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റാർ ടോപ്പോളജി ഇപ്പൊ എന്ത് യൂസ് ചെയ്യുന്നത്, മോസ്റ്റ് വൈഡ്ലി എല്ലാ കമ്പനീസിലും യൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ എന്ത്, ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ വേറെ സിമ്പിൾ കാണിക്കാം. ഇവിടെ ഇപ്പോ ഇതിനകത്ത് എത്ര കമ്പ്യൂട്ടർ ഉണ്ട്, 1 2 3 4 5 6 ഒരു 10 കമ്പ്യൂട്ടർ വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ ഹബിനകത്ത് എനിക്ക് 10 കമ്പ്യൂട്ടർ കണക്ട്, അല്ലെങ്കിൽ ഹബ് ഒരു സ്വിച്ചിന് 10 കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരുപാട് എന്ത് ചെയ്യാം, ഒരു 10 സിസ്റ്റം ഉള്ള ഒരു ഫേം ഇതേപോലെ ഉണ്ട് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരുപാട് എന്ത് ചെയ്യാം, ഡിവൈസ് ഇതിലേക്ക് കണക്റ്റഡ് ആണ്. ഓക്കെ, ഒരുപാട് ഡിവൈസിൽ എന്തുകൊണ്ട് കണക്ട്, സ്വിച്ചിലേക്ക് കണക്റ്റഡ് ആണ്. ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് നമ്മൾ 10 സ്വിച്ച് അല്ലേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള കോൺസെപ്റ്റ് എന്താണ്, നമുക്ക് ഇതിനെ വേണേ എക്സ്പാൻഷൻ ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതൊന്നുമില്ല. ഇപ്പൊ ഇവിടുന്ന് ഒരു പോർട്ട് എടുക്കുക, ഇവിടുന്ന് പോർട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് ഈ സ്വിച്ചിൽ നിന്ന് ഈ സ്വിച്ചിലേക്ക് ഒരു കേബിൾ കണക്ട് ചെയ്യാം. ഇപ്പൊ എന്താ, ഇത് ഒരൊറ്റ നെറ്റ്വർക്കായി വർക്ക് ചെയ്തു, ഒരൊറ്റ അതെല്ലാം വർക്ക് ചെയ്തു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യാം, കണക്ട് ചെയ്താൽ മതി. അപ്പൊ സ്വിച്ച് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, സ്വിച്ച് എന്ത് ചെയ്യും, ഒരൊറ്റ സ്വിച്ച് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് IP-കൾ അസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അഡ്രസ്സിൽ അസൈൻ ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ സെയിം അഡ്രസ്സിൽ വീഡിയോ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല.
എന്തുകൊണ്ടാണ്? അത് നേരത്തെ ഇതൊക്കെ സെപ്പറേറ്റ് എന്ത് ചെയ്യും, ഇത് വേറെ സ്വിച്ച് ആയിരുന്നു, ഇത് വേറെ സ്വിച്ച് ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ഐ പിയും ഇവിടെ ഉപയോഗിക്കുന്ന ഐ പി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്നാൽ ഇത് രണ്ടും ഒറ്റ നെറ്റ്വർക്ക് ആയി കഴിഞ്ഞാൽ ഒറ്റ സ്വിച്ചായി മാറി. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ഉപയോഗിക്കുന്ന ഐ പി ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, ഡിഫറെന്റ് ഐ പി, എന്താ യൂണീക്ക് ആവണ്ടേ? ഐ പികൾ എപ്പോഴും യൂണീക്ക് ആയിരിക്കണം. അതായത് ഇർഷാദിന് ഒരു അഡ്രസ് ഉണ്ടല്ലോ, യൂണീക്ക് അഡ്രസ്. അതേപോലെ തന്നെ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന എല്ലാ കമ്പ്യൂട്ടറിനും ഒരു യൂണീക്ക് അഡ്രസ് ഉണ്ടായിരിക്കണം കേട്ടോ. എന്നാലേ ഇർഷാദിന് എന്തെങ്കിലും പോസ്റ്റൽ സർവീസ് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇർഷാദിന് കിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ കൺസെപ്റ്റ്. നോഡിനും നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് യൂണീക്ക് അഡ്രസ് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ സ്റ്റാർട്ട് ടോപ്പോളജി ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത് വരുന്നത് മെഷ് ടോപ്പോളജി ആണ് കേട്ടോ. മെഷ് ടോപ്പോളജി ശരിക്കും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്റ്റഡ് ആണ് മെഷ് ടോപ്പോളജി കേട്ടോ. ഈ കമ്പ്യൂട്ടർ ഇവിടുന്ന് കണക്റ്റഡ് ആണ്, ഇത് ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്, ഇത് ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ ഇതിനകത്ത് ഇത് ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ് സ്റ്റാർട്ട് ടോപ്പോളജി. ഓക്കെ, പക്ഷെ സ്റ്റാർട്ട് ടോപ്പോളജിയുടെ അഡ്വാൻറ്റേജ് കണക്ടിവിറ്റി എല്ലായിടത്തിലേക്കും ഉണ്ടാവും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. കണക്ടിവിറ്റി എല്ലായിടത്തിലേക്കും ഉണ്ടാവും. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് അത് ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ ഹൈലി റിസ്ക് ആണ്. ഓക്കെ, പിന്നെ ഒരു കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ ആഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ഇത് വേണം. ഈച്ച് നെറ്റ്വർക്ക് ഹാസ് യുണീക് ഡിസൈൻ ഇൻ വിച്ച് ദ സിസ്റ്റം ഈസ് കണക്റ്റഡ് ടു ഈച്ച് അതർ. മനസ്സിലായോ? എല്ലാം തമ്മിൽ എന്ത് ചെയ്യണം? തമ്മിലൊരു കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് എല്ലാ സ്വിച്ചും, എല്ലാ മറ്റേ ഡിവൈസിലും. പിന്നെ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഈച്ച് സിസ്റ്റം. കണ്ടോ? പോയിന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ടൊരു പോയിന്റ് ഉണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, partially connected, the mesh topology connects all the devices and 2 or 3 devices are connected with some device always. അതായത് ഒരു ഡിവൈസിൽ തന്നെ എന്ത് സംഭവിക്കാം? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നിൽ കൂടുതൽ ഡിവൈസുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഓക്കെ, അതാണ് പാർഷ്യലി എല്ലാവരുമായിട്ട് എന്ത് ചെയ്യാം? ഒരു ഡിവൈസ് എന്ത് ചെയ്യാം? ഒന്നിൽ കൂടുതൽ ഡിവൈസുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് 3 devices are connected to some device always. In full mesh topology, all devices are connected to each other. The network is expanded whenever is needed. Okay? അതായത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? എക്സ്പാൻഡേഷൻ, നമ്മൾ നെറ്റ്വർക്ക് എക്സ്പാൻഡേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ഒരു കോംപ്ലക്സിറ്റി കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, അത് എക്സ്പാൻഡേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കേബിൾ ഇവിടെ ആഡ് ചെയ്യണം, അങ്ങനെ ഒരു പരീക്ഷ. ദ ഇംപ്ലിമെന്റേഷൻ ഈസ് കോംപ്ലിക്കേറ്റഡ്. കണ്ടോ? അത് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ഈസ് കോംപ്ലിക്കേറ്റഡ് but there is no traffic problem in this topology. അതായത് ഫാസ്റ്റ് ആയിരിക്കും കണക്ടിവിറ്റി, എല്ലാം കാര്യങ്ങൾ അത് ഒക്കെ പോയിന്റ് പോയിന്റ് കണക്ടിവിറ്റി അല്ലേ, തമ്മിൽ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യാം? കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് മേജർ ടോപ്പോളജീസ് റോബോ എന്ത് ചെയ്യും? റോബസ്റ്റ് എന്ന് പറയുന്ന സംഭവം ആ കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേര് കേട്ടോ. റോബസ്റ്റ് ആൻഡ് കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ഈ മെത്തേഡിന്, ഈ ഒരു സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ. പിന്നെ മോർ സ്പേസ് ഇസ് നീഡഡ് ടു കണക്ട് ദ കേബിൾ. പിന്നെ ദ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ആർ ഗുഡ് ഇൻ ദിസ് ടോപ്പോളജി. അപ്പൊ ഇതിനകത്ത് ഈ ടോപ്പോളജിനകത്ത് കുറെ എന്തുണ്ട്? സെക്യൂരിറ്റി ഹെവിയാണ്, അതുപോലെ തന്നെ പിന്നെ പ്രൈവസി ഭയങ്കര ഹെവിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? ഒരുപാട് എന്ത് വേണം? സ്പേസ് ആവശ്യമുണ്ട്. കേബിൾ, അത്രയും കേബിൾ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഇംപ്ലിമെന്റേഷൻ ഈസ് കോംപ്ലിക്കേറ്റഡ്. നമ്മൾ നോർമലി എപ്പോഴും എന്ത് സംഭവിക്കും? നമ്മൾ ടോപ്പോളജി ചെയ്യുമ്പോൾ എന്താണ്? നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ടോപ്പോളജി ഇംപ്ലിമെന്റേഷൻ നമുക്ക് അത് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമുക്ക് എല്ലാം സിംപ്ലിഫൈ ആവണം. അതേപോലെ തന്നെ സംഭവിക്കണം, സെക്യൂർ ആയിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണം? ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊക്കെ ഏറ്റവും ബെറ്റർ എന്തായിരിക്കും? നമ്മുടെ സ്റ്റാർട്ട് ടോപ്പോളജി ആയിരിക്കും. നമുക്കത് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ്, ലാപ്ടോപ്പിന്റെ ബാറ്ററി കഴിഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ മെഷ് ടോപ്പോളജീസ് ഓക്കെ ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ടോപ്പോളജിസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇതിനകത്ത് പഠിക്കേണ്ട ടോപ്പോളജി സ്റ്റാർട്ട് ടോപ്പോളജിയാണ് പഠിക്കേണ്ടത് കേട്ടോ.
ചിലപ്പോൾ ഇന്റർവ്യൂ ചോദിക്കും മെഷ് ടോപ്പോളജി യൂസ് ചെയ്യുന്ന അഡ്വാൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഇതേപോലെ പറഞ്ഞു കൊടുക്കും. ഇനി അടുത്ത എന്താ ട്രീ ടോപ്പോളജി കേട്ടോ. ട്രീ ടോപ്പോളജി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്രീ പോലെയാണ്. ട്രീ ടോപ്പോളജി അതാണ് ട്രീ ടോപ്പോളജി. ട്രീ പോലെ നമ്മൾക്ക് ഒരു ട്രീ എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് ശിഖരങ്ങൾ വരാം. ആ ശിഖരങ്ങൾക്ക് ഒരുപാട് കണക്റ്റഡ് സാധനങ്ങൾ വരാം, ചില്ലകൾ വരാം, അതിനകത്ത് ഇലകൾ വരാം, അങ്ങനെ ഒരുപാട് സാധനം. അത് ട്രീയുടെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ. അപ്പൊ അതേപോലെ തന്നെ എന്ത് സംഭവിക്കുക, ഇവിടുന്ന് ഇതൊരു ട്രീ ആണ്, ഇതൊരു അതിന്റെ മെയിൻ ഒരു ഇതാണ് എന്താണ് ട്രീ ആണ്. അതിനകത്ത് ഒരുപാട് എന്ത് ചെയ്യാം ശാഖകൾ, ഒത്തിരി ശാഖകൾ വരും. MLM പോലെ അതായത് ഒരു കണക്ടിവിറ്റി. MLM ഒക്കെ ശരിക്കും നോക്കിയിട്ടുണ്ടോ? ഓക്കെ ഓഫർ കുറെ വന്നിട്ടുണ്ടല്ലേ? ഓഫറുകൾ വരും. അതിലൊക്കെ ചടാതിരിക്കുക. അതായത് നമ്മളൊക്കെ എപ്പോഴും എന്താണ് റിസ്ക് ഇല്ലാതെ ക്യാഷിനൊക്കെ നോക്കില്ലേ? അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം. റിസ്ക് ഇല്ലാതെ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കണം, കുറെ ക്യാഷ് ഉണ്ടാക്കണം, ചിന്താഗതിയൊക്കെ. ഓക്കെ, കുറെ കൂട്ടുകാരെ എനിക്കറിയാം. അപ്പൊ അതൊക്കെ സംസാരിക്കുന്ന പിന്നെ അതിന്റെ നമുക്ക് വരാനോ. അപ്പൊ ട്രീ ടോപ്പോളജി ഇങ്ങനെ വരാം. അപ്പൊ ട്രീ ടോപ്പോളജി ശരിക്കും കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ദർ ഈസ് എ റൂട്ട് നോഡ്. ഇവിടെ റൂട്ട് നോഡ് ഉണ്ടാവും, ഞാൻ പറഞ്ഞേ. അതായത് ഫസ്റ്റ് ഒരാള്, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യും, ഓരോ കണ്ണിയായിട്ട് ചേർക്കാനുള്ള സംഭവം ഈ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്ലൈ കേട്ടോ. ദർ ഇസ് എ റൂട്ട് നോഡ് ഇൻ ദിസ് ടോപ്പോളജി ആൻഡ് ഓൾ അതർ നോഡ്സ് ആർ കണക്റ്റഡ് ത്രൂ എ റൂട്ട് നോഡ്. മനസ്സിലായില്ലേ? എല്ലാവരും ഈ ഇതിലേക്കാണ് കണക്ട് ചെയ്യുക. അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെയും ക്യാഷ് ഇയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും 1%. മനസ്സിലായോ? ഇയാൾ വയ്ക്കുന്ന ഒരു പെർസെന്റേജ് കിട്ടും, ഇയാൾ വയ്ക്കുന്ന ഒരു പെർസെന്റേജ് കിട്ടും, അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇയാൾക്കാണ് ലാഭമുള്ളൂ. ലാസ്റ്റ് വരുന്ന ആർക്കൊന്നും ലാഭമില്ല. ഓക്കെ, ഇവരൊക്കെ എന്ത് ചെയ്യാൻ നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. ഇവരെന്ത് ചെയ്യാ, പണിയെടുക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ കൈയിട്ട് നീരുന്നാൽ മതി. അതായത് നമ്മളെ കൊണ്ട് പണിപ്പിക്കാം, ക്യാഷ് ഒന്നുമില്ല. ഇല്ല, അത് ഞാൻ ചുമ്മാ കുറച്ച് ലാഗ് എടുത്താണ് കേട്ടോ. ഓക്കെ, പിന്നെ അതിനകത്ത് ദ ടോപ്പോളജി ഈസ് കണക്റ്റഡ് ഇൻ എ ഹയറാർക്കിക്കൽ മാനർ ആൻഡ് ഇസ് കോൾഡ് ഹയറാർക്കിക്കൽ ടോപ്പോളജി. ഹയറാർക്കിക്കൽ എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറിനാണ് ഹയറാർക്കിക്കൽ എടുക്കുന്നത്. റൂട്ട്, പിന്നെ അതൊക്കെ ഒരു ഹയറാർക്കി കോൺസെപ്റ്റ് കേട്ടോ. ഓക്കെ, വെൻ ലാഗ് വരുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല? ശരി, ഓക്കെ പറഞ്ഞു ആവർത്തിക്കാം കേട്ടോ. അല്ലെ, എന്തെങ്കിലും ലാഗ് ഉണ്ടെങ്കിൽ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ആവർത്തിക്കാന്ന് പറയാം. ഓക്കെ, അപ്പൊ വെൻ സ്റ്റാർ ടോപ്പോളജി ഈസ് കണക്റ്റഡ് വിത്ത് ബസ് ടോപ്പോളജി. ഓക്കെ, വെൻ സ്റ്റാർ ടോപ്പോളജി ഈസ് കണക്റ്റഡ് ടു ബസ് ടോപ്പോളജി ഇറ്റ് ഈസ് കോൾഡ് എന്താണ്, സ്റ്റാർ ബസ് ടോപ്പോളജി. അതായത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്നത് സ്റ്റാർ ബസ് ടോപ്പോളജി എന്ന് പറയാം കേട്ടോ. അതൊക്കെ എന്താണ് പിന്നീട് പറയാം. ദിസ് നെറ്റ്വർക്ക് ഈസ് കോമൺ ആസ്, അതായത് ഇവിടെ എന്ത് സംഭവിക്കാം, ബസ്സും സ്റ്റാറും ഇതൊക്കെ ഇതിലേക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. ദ നെറ്റ്വർക്ക് ഈസ് കോമൺ ആസ് ഇറ്റ് ഈസ് യൂസസ് ബോത്ത് സ്റ്റാർ ആൻഡ് ബസ് ടോപ്പോളജി. മനസ്സിലായില്ലേ? സ്റ്റാർ ബസ്സും എന്ത് ചെയ്യുക കൂടി ചേർന്ന ടോപ്പോളജി നമുക്ക് എന്ന് വിളിക്കാം, റിംഗ് ടോപ്പോളജി എന്ന് വിളിക്കാം കേട്ടോ. അതാണ് ഹയറാർക്കി കോൺസെപ്റ്റ് അങ്ങനെ വരിക. ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഈസ് ദാറ്റ് വെൻ വൺ നോഡ് ഫെയിൽ ആൾ ദ നെറ്റ്വർക്ക് ഈസ് അഫക്റ്റഡ്. ഇതിനകത്ത് ട്രീ ടോപ്പോളജിനകത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ റൂട്ട് തന്നെ പോയി വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇയാൾ പോയി വിചാരിക്കുക. ഇയാൾ പോയി കണക്ഷൻ പോയി. അത് പറഞ്ഞേ ഹലോ. ഈ ടോപ്പോളജിനകത്ത് ഇതാണ് പ്രശ്നം. ഇത് കണ്ണി വരുമ്പോൾ പ്രശ്നം വെച്ചാൽ ഇതിന്റെ മേജർ കണ്ണികൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എല്ലാവരുമായിട്ട് എഫക്റ്റ് ആവും. ഇയാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ അണ്ടറിൽ വർക്ക് ചെയ്ത ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, പിന്നെ ഇയാൾ ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ല കേട്ടോ. പിന്നെ ആൻ എറർ ഇൻ ദ നെറ്റ്വർക്ക് ഈസ് ഈസിലി ഫൗണ്ട് ഔട്ട് ഇൻ ദിസ് ടോപ്പോളജി. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ആരും പോയതെന്ന്. ഓക്കെ, അതായത് ഞാനിപ്പോ ഇയാളോട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എനിക്ക് ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ there are many cables in this network and if more nodes are added the maintenance is difficult. അതായത് കൂടുതൽ കേബിളിന്റെ ആവശ്യം വരും, പിന്നെ ഇത് മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ടിയാണ്. ഓക്കെ, the last topic. Okay, hybrid topology കേട്ടോ.
ഹൈബ്രിഡ് ടോപ്പോളജി നമ്മൾ ഉപയോഗിക്കുന്നത് മിക്സഡ് ടോപ്പോളജി എന്ന് വിളിക്കുക കേട്ടോ. എന്താ മിക്സഡ് ടോപ്പോളജി എന്ന് പറയുന്നത്? എല്ലാ ടോപ്പോളജിയും കണക്ട് ചെയ്യുന്ന മെത്തേഡ്. എല്ലാ ടോപ്പോളജിയും ഇതിലേക്ക് കണക്ട് ചെയ്യും കേട്ടോ. നേരത്തെ പറഞ്ഞു കുറച്ചുകൂടി നേരത്തെ പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ more than two topologies are interconnected in this topology. കേട്ടോ. In this standard topology is not a single out there as all other topologies are connected. When two topologies are connected, hybrid topology is formed. അതായത് ഏത് രണ്ട് ടോപ്പോളജി കണക്ട് ചെയ്താൽ ഹൈബ്രിഡ് ടോപ്പോളജി ഫോം ആവും. This topology is flexible and we can scale it to our needed. What is scale എന്ന് പറഞ്ഞാൽ? സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പാൻഡേഷൻ കേട്ടോ. അതാണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ. The design of the topology is complex and the topology is costly. Okay. കോംപ്ലക്സ് എന്ന് പറയുന്നത് തന്നെയാണ്. ഒരുപാട് നെറ്റ്വർക്ക് നമ്മൾ കണക്ട് ചെയ്യും. ഇതിനകത്ത് ഏത് ടോപ്പോളജി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബസ് ടോപ്പോളജിനകത്ത് പോകുന്ന ഡാറ്റ, അതുപോലെ തന്നെ നമ്മുടെ ഹബിനകത്ത് പോകുന്ന ഡാറ്റ, റിങ്ങിനകത്ത് പോകുന്ന ഡാറ്റകളൊക്കെ സംഭവിക്കാം പല രൂപത്തിലായിരിക്കും. റിങ്ങിനകത്ത് റിങ് പോലെ ആയിരിക്കും. ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെൻട്രലി കണക്ട് ചെയ്ത ഡിവൈസിലേക്ക് പോകും. ഇവിടെ ആകുമ്പോൾ സംഭവിക്കും, ഈ കേബിൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ട് രണ്ട് എൻഡിലും ടെർമിനേറ്റർ ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡാറ്റ എന്ത് ചെയ്യും, മെത്തേഡ് എന്ത് സംഭവിക്കുക, ടൈം എടുക്കും. ഓക്കെ, ഹ്യൂജ് ടൈം എടുക്കും. പിന്നെ അത് കോംപ്ലിക്കേറ്റഡ് ആണ് അതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കാൻ കേട്ടോ. അപ്പോ ഹൈബ്രിഡ് ടോപ്പോളജി ആകുമ്പോൾ മിക്സ്ഡ് ടോപ്പോളജി നമ്മൾ ഹൈബ്രിഡ് ടോപ്പോളജി. അതിനകത്ത് ബസ് വരാം, റിങ് വരാം, സ്റ്റാർ വരാം. മേജറായിട്ട് ഇങ്ങനത്തെ ടോപ്പോളജി വരും കേട്ടോ. ബസ്, സ്റ്റാർ, റിങ്, ഇതാണ് കൂടുതലായിട്ടും ഹൈബ്രിഡ് ടോപ്പോളജി വരുന്നത്. അപ്പൊ ഒന്നിൽ കൂടി ടോപ്പോളജി അടങ്ങിയതിന് ഹൈബ്രിഡ് ടോപ്പോളജി വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഓരോ ബസ്സിന്റെ അഡ്വാൻറ്റേജ് എന്താണ് മനസ്സിലായി, ബസ്സിന്റെ ഡിസഡ്വാൻറ്റേജ് മനസ്സിലായി, സ്റ്റാറിന്റെ അഡ്വാൻറ്റേജ്, റിങ്ങിന്റെ അഡ്വാൻറ്റേജ് മനസ്സിലാക്കാം. അപ്പൊ ഇതിനകത്ത് സ്റ്റാർ യൂസ് ചെയ്യുന്ന അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറഞ്ഞെന്താ, സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ യൂസ് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റേഷൻ ചെയ്യാം. കോസ്റ്റ്ലി ആണെങ്കിൽ പോലും മെഷീൻസിനെ കണക്ട് ചെയ്യാം. ഏതെങ്കിലും കമ്പ്യൂട്ടറോ ഏതെങ്കിലും കേബിളോ ഡിസ്പ്ലേനോ ഒരു പ്രശ്നമില്ല, വളരെ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സിന് അത് പ്രശ്നം വരത്തില്ല. ഓക്കെ. പിന്നെ സെൻട്രലി കണക്ട് ഡിവൈസസ് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഡിസ്കണക്ട് ആവണം. ഓക്കെ. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ. അതുകൊണ്ട് എന്താ സംഭവിക്കുക, ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്പനിയിൽ ഇപ്പൊ ഒന്നുമില്ല, ഒരു 200 കമ്പ്യൂട്ടർ വിചാരിക്കുക. 200 കമ്പ്യൂട്ടർ നമ്മുടെ കമ്പനി ഉണ്ട്. ഈ 200 കമ്പ്യൂട്ടർ കണക്ട് ചെയ്യണം, എന്ത് ചെയ്യണം, ഒന്നുമില്ല, മാക്സിമം എത്ര പോർട്ടിൽ സ്വിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യാം. ഇപ്പൊ 200 ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം, 50 പോർട്ട്, അപ്പൊ നമുക്ക് കയ്യിൽ 50 പോർട്ടിൽ വിചാരിക്കാം, 50 പോർട്ട് സ്വിച്ച് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ എത്ര വേണ്ടി വരും, 50 പോർട്ടിന്റെ 4. എന്നാലും 20. 4 നല്ല ശരിക്കും നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഓരോ പോർട്ട് അവിടെ പോകും, അവിടുന്ന് പോകും. അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ ഒരു 5 എണ്ണം എന്ന് മേടിക്കാം. ഫ്യൂച്ചർ കൺസെപ്റ്റ് ഉണ്ട്, 5 എന്ത് ചെയ്യാം, 50 പോർട്ടിൽ സ്വിച്ച് നമുക്ക് മേടിച്ചാൽ മതി. ഈ 200 കമ്പ്യൂട്ടേഴ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അതിന് പകരം നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലോ, ഹൈബ്രിഡ് പോലെ നമുക്ക് ആകെ എന്തെങ്കിലും ഒരു രണ്ട് ഇതേ ഉള്ളൂ, 2 സ്വിച്ച് ഉള്ളൂ. അപ്പൊ അത് തമ്മിൽ എക്സ്പാൻഷൻ ചെയ്തു. പിന്നെ അതർവൈസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുക എങ്ങനെയാണ്, പിന്നെ ബാക്കിയുള്ള കമ്പ്യൂട്ടർ ബസ് ടോപ്പോളജിയുമായിട്ടും ബാക്കിയുള്ള റിംഗ് ടോപ്പോളജിയുമായിട്ടും കണക്ട് ചെയ്തിട്ട് വിചാരിക്കുക. അവിടെ പിന്നെ സെൻട്രലി കണക്ട് ഡിവൈസിന് ആവശ്യമില്ലല്ലോ. പക്ഷെ അങ്ങനെ ആവുമ്പോൾ പ്രശ്നം എന്താണ്, ഇവർ തമ്മിൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ. ഇവിടുത്തെ ഒരു ഡാറ്റ ഞാൻ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം, നമ്മൾ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഡാറ്റ ഞാൻ ഇങ്ങോട്ട് ഈ സ്വിച്ചിലേക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഡാറ്റ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ടൈം എടുക്കും. അപ്പൊ അത് പിന്നെ ഭയങ്കര പ്രോബ്ലം ആയി, സ്ലോ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ ബസ് ടോപ്പോളജിയിലൊക്കെ അധികം ഉപയോഗിക്കുന്നത് കോയാക്സിൽ കേബിളാണ്. കോയാക്സ് കേബിളിന് അത്ര സ്പീഡൊന്നുമില്ല. റിംഗ് ടോപ്പോളജി കൂടുതൽ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് കോയാക്സിൽ കേബിളാണ്. എന്നാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് ട്വിസ്റ്റഡ് പെയറോ OFC കേബിളോ നമുക്ക് യൂട്ടിലൈസേഷൻ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ഫാസ്റ്റ് ആയിരിക്കും. ഈ നെക്സ്റ്റ് ടോപ്പിക് അതാണ് നമുക്ക് എടുക്കുന്നത്. ഓക്കെ.